ഏയ് ഒന്നുമില്ലമ്മേ. ആ ആനന്ദേ, കോമ്പറ്റീഷന്റെ കാര്യമായിട്ട് ആരെ കാണാൻ പോണമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. വാ പോവാം. അതൊന്നും വേണ്ട, പിന്നെ പോവാം. ആനന്ദ്, എന്തായത്? നീ സാധാരണ ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കാറില്ലല്ലോ. ഇന്നിപ്പോ എന്താ പറ്റിയ നിനക്ക്? മത്സരത്തിന് ഇനി അധിക ദിവസമില്ല. നീ ആദ്യമായി സംഘടിപ്പിക്കുന്ന മത്സരമാണിത്. ഒരു കുറവും വരാൻ പാടില്ല. ഗംഭീരമായിരിക്കും. ഇന്ന് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്. ഓക്കെ അച്ഛാ. അപ്പോ വാ പോ. ശരി. സുബ്രു, എന്റെ പേഴ്സ് മുകളിലായി പോയി. നീ ഇവിടെ നിൽക്കും, ഞാൻ എടുത്തിട്ട് വരാം. ഞാനും വരാം. നിക്ക്, ഞാനും ഉണ്ട്. വേണ്ട, നീ ഇവിടെ നിന്നാ മതി, ഞാൻ എടുത്തുകൊണ്ട് വരാം. ശരി, ആയിക്കോട്ടെ. ഇവനിത് എന്തു പറ്റി? ഏതായാലും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കല്യാണി, വാതിൽ തുറക്ക്, ഞാനാ. കല്യാണി, എനിക്കൊന്ന് പുറത്തേക്ക് പോണം. നീ കഥ കുറ്റിയിട്ടിരുന്നോ? അയ്യോ, വലിയുഞ്ഞ് പുറത്തു പോയാൽ എങ്ങനെയാ? എനിക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാവണം വലിയുഞ്ഞെ. നീ എന്റെ റൂമിലല്ലേ ഇരിക്കുന്നേ, എന്തിനാ പേടിക്കുന്നേ? കഥക് ലോക്കിട്ടിരുന്നാ മതി, ആരും വരാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും വന്നാ തന്നെ നീ തുറക്കാൻ നിൽക്കണ്ട. ഞാൻ കഥകും പൂട്ടി താക്കോലും കൊണ്ട് പോയെന്ന് വിചാരിച്ചോളൂ. പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ആ, കഥക് 2 പ്രാവശ്യം തട്ടിയാ അത് ഞാനാണെന്ന് കരുതിക്കൊള്ളാം. ശരി, പെട്ടെന്ന് വരണേ വലിയുഞ്ഞെ. പെട്ടെന്ന് വരാം, നീ കഥക് ലോക്ക് ചെയ്യും. സമാധാനായി വരുന്നുണ്ട്. പോവാം. ആനന്ദ്, ആനന്ദ്, ദേ മുകളിലേക്ക് പോയി. ഇവനിത് എവിടെ പോകുന്നു? ഇവൻ എന്തോ സാരമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ജയന്തി, ആനന്ദേട്ടാ, നീ എന്താ ഇവിടെ? ഇത് കൊള്ളാലോ. ഞാൻ പടി കയറി വരുമ്പോ ആനന്ദേട്ടൻ പടിയിറങ്ങി പോകുന്നത് കണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ ഇവിടെ വന്നു? അതിന്റെ ഉത്തരം ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ എന്തിനാ എന്റെ മുറി തുറക്കാൻ നോക്കിയത്? അത് ശരീരത്തിന് തടി കൂടുന്നുണ്ടോന്നൊരു സംശയം. അതുകൊണ്ടേ ബാഡ്മിന്റൺ കളിക്കാൻ ആനന്ദേട്ടന്റെ ഷട്ടിൽ ബാറ്റ് എടുക്കാൻ വന്നതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നീ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നല്ലേ? ഇതൊന്നുമല്ല, വേറെന്തോ ഉദ്ദേശത്തിലാ വന്നത്. അയ്യോ ആനന്ദേട്ടാ, സത്യമായിട്ട് ഞാൻ ബാറ്റ് എടുക്കാൻ വന്നതാ, തടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. തടി കുറയ്ക്കാൻ നീ തീറ്റ കുറച്ചാ മതി. നിനക്ക് ബാറ്റ് പോരെ? തിരിഞ്ഞു നിൽക്കാൻ.
മുതൽ റൂമിലേക്ക് ഓരോരുത്തർ വന്നോണ്ടിരിക്കുക. എനിക്ക് പേടിയാവുന്നുണ്ട് വലിയ കുഞ്ഞെ. പതുക്കെ 10 ചെവിയാ ജയന്തിക്ക്. അകത്ത് ഷട്ടിൽ ബാറ്റ് ഇരിപ്പുണ്ട്, അതിങ്ങെടുക്ക. ഒന്നും കാണാൻ വയ്യല്ലോ. നീ പേടിക്കണ്ട, ഞാൻ പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം. ധൈര്യമായിട്ടിരിക്കുക. ഒരു സ്പെയർ ചാവി ആ മേശയിൽ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ അതെടുത്ത് വാതിൽ തുറക്കാം. ശരി. അയ്യോ, ഇത് നീ എടുത്തോ. ഇനി ബാറ്റൊന്നും പറഞ്ഞ് വന്നേക്കരുത്. ശരിയേ. ഓ, കൂട്ടിട്ടാ പോയത്. എന്നാൽ ഇവനിത് എന്താ പറ്റിയേ? നീ എന്താ നിന്നുറങ്ങുന്നു? ഏയ്, ഉറങ്ങൊന്നുമല്ല. എങ്കിൽ വാ പോവാം. പോകാം, പക്ഷെ വണ്ടി ഞാൻ ഓടിക്കും. വണ്ടി ഓടിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഇന്ന് നിന്റെ കൈ തന്നാൽ ശരിയാവില്ല. നീ വരുന്നെങ്കി വാ. വാപ്പം. ഇതെന്താ ബാറ്റൊക്കെ ആയിട്ട്? നീ എന്താ PV സിന്ധു ആകാനുള്ള തയ്യാറെടുപ്പാണോ? ഇന്നു മുതൽ ബാഡ്മിന്റൺ കളിച്ചു തുടങ്ങാന്ന് വിചാരിച്ചു. തടിയൊന്ന് കുറച്ച് കുറയും. ആ, പക്ഷേ കൂടെ കളിക്കാൻ ആളില്ല. ആ, ആന്റി നേരത്തെ ഒരു സിന്ധുവിന്റെ കാര്യം പറഞ്ഞില്ലേ, അതാരാ? അവള് ബാറ്റും പിടിച്ചിറങ്ങിയിരിക്കുക. എടി, ലോക ചാമ്പ്യൻഷിപ്പില് സ്വർണം നേടിയ സിന്ധുവിനെ കുറിച്ച് അറിയില്ലേ? ഓ, നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് ഗതയടി നല്ലത്. അതാവുമ്പോഴേ ഈ മുഖത്തിന് ചേരും. അല്ല, ഇതിപ്പോ എവിടെ നിന്ന് ഒപ്പിച്ചു? ഇത് ആനന്ദേട്ടന്റെ ബാറ്റാ. ആന്റി, ഞാൻ ഈ ബാറ്റ് എടുക്കാൻ ആനന്ദേട്ടന്റെ റൂമിൽ പോകുമ്പോ ആനന്ദേട്ടൻ സ്റ്റെയർ ഇറങ്ങി താഴെ പോവായിരുന്നു. ഞാൻ മുറി തുറക്കാനായിട്ട് കതകിനരികിൽ എത്തിയപ്പോ ആനന്ദേട്ടൻ അവിടെ പാഞ്ഞെത്തി. എന്തിനാ റൂം തുറന്നേന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു. ആനന്ദേട്ടൻ ഇത്ര ടെൻഷനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അവനില്ലാത്ത സമയത്ത് ചെന്ന് നീ അവന്റെ റൂം തുറക്കാൻ നോക്കിയാ പിന്നെ നിന്നോട് ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമല്ലേ? അതല്ല ആന്റി, ആനന്ദേട്ടന്റെ പരിഭ്രമവും ആ ടെൻഷനൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. എന്ത് സംശയം? അത് ആനന്ദേട്ടൻ ആ റൂമില് ആരെയോ എന്തിനെയോ ഒളിപ്പിക്കുന്നുണ്ട്. ആരെയോ എന്തോ ഒളിപ്പിക്കുന്നെന്നോ? എന്നാ പിന്നെ നിനക്ക് അവന്റെ കൂടെ അകത്ത് കയറി നോക്കാൻ വയ്യായിരുന്നോ? എന്നെ അകത്ത് കയറ്റിയില്ല ആന്റി, പുറത്ത് നിർത്തിയിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ട് കളഞ്ഞു. ഇനി ആ കല്യാണിയെയോ മറ്റോ അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. അതെ ആന്റി, ആനന്ദേട്ടന്റെ റൂമില് കല്യാണി ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഒരു കാര്യം ബോധ്യായി. എന്താ? നിനക്ക് വട്ട, നല്ല മുഴുത്ത വട്ട്. ഇന്നലെ ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചുണർത്തി എന്റെ ഉറക്കവും കളഞ്ഞ് തള്ളിയിട്ട് എന്റെ നടുവും ഉളുക്കിപ്പിച്ചവളാ നീ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച എന്നെ വേണോല്ലേ പറയാൻ? അയ്യോ ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇന്നലെ രാത്രി കല്യാണിയെ എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാന്ന്. ഇല്ലെങ്കിൽ എന്റെ കണ്ണങ്ങ് പൊട്ടിപ്പോട്ടെ. പക്ഷേ ഇത്രയും നാളും ഇല്ലാത്തൊരു ടെൻഷൻ ആനന്ദേട്ടന്റെ മുഖത്ത് കാണാം. അതും പോട്ടെ, ചാരിയിരുന്ന കഥക്ക് ആരെങ്കിലും 2 തട്ട് തട്ടിയിട്ട് തുറക്കോ?
അതും അകത്തുള്ള ആൾക്കുള്ള സിഗ്നലാണെന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാം കൂടി കൂട്ടിയും കിഴിച്ചും നോക്കിയ റൂമിനുള്ളിൽ കല്യാണി ഉണ്ടാകുന്നുള്ളത് തീർച്ചയാ. ജയന്തി, ആ നീ നിന്റെ സംശയമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കല്യാണിയുടെ കല്യാണ ചെക്കനെ തട്ടിക്കൊണ്ടുപോയ കഥയൊന്നും ഇവിടെ ആരും മറന്നിട്ടുണ്ടാവില്ല. നിന്നെ തിരികെ ഇതിനകത്ത് കേറ്റാൻ ഞാൻ ഒത്തിരി പാടുപെട്ടതാ. അതുകൊണ്ട് വലിയ ഡിറ്റക്റ്റീവ് പണിക്കൊന്നും പോയി തൃച്ചംബരത്തൊന്നും പുറത്താകാനുള്ള വഴി ഒപ്പിക്കല്ലേ. ഇനി പുറത്തായ പിന്നെ പിണ്ടം വെച്ചൊന്ന് കൂട്ടിയാ മതി. ആ. എന്നാലും ശരിക്ക് തരാം. താടിയും മീശയൊക്കെ പുരുഷന്റെ അലങ്കാര വസ്തുവല്ല. തന്റെ ഇടത്തോടെ തീരുമാനം എടുക്കാൻ പറ്റണം. അപ്പോഴേ അവനെ ആണെന്ന് വിളിക്കൂ. അല്ലാത്തവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് ഞാൻ മനസ്സിൽ നിന്നെ 1000 തവണ വിളിച്ചു കഴിഞ്ഞു. അരവിന്ദ്, അച്ഛാ, ഇരിക്കും. ഞാൻ വന്നത് ജോലിക്ക് തടസ്സമായ? എന്താ അച്ഛാ ഇത്? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്നപ്പോ നീ ഓഫീസിൽ പോയെന്നാണല്ലോ ആനന്ദ് പറഞ്ഞത്. പോയിരുന്നച്ഛാ, അത് കൊട്ടേഷന്റെ ഫയൽ ഇവിടെ ആയിപ്പോയി. അതെടുക്കാൻ വന്നതാ. ആ, അതൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് അയക്കാന്ന് കരുതി. അത് ശരിയാ. ഏത് കാര്യവും ക്രോസ് ചെക്ക് ചെയ്തിട്ടേ തീരുമാനം എടുക്കാവൂ. അച്ഛന് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉണ്ടാവുമെന്ന് എനിക്കറിയാച്ച. പക്ഷെ അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കും എൻ്റെ മറുപടി എന്താണെന്ന് അച്ഛനും നന്നായിട്ടറിയാം. പിന്നെ സംസാരിച്ചു എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ വേണോ അച്ഛാ? നീ പറയുന്നത് ശരിയാ. മൗനത്തെക്കാൾ മനോഹാരിത വാക്കുകൾ കൊണ്ടെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ സംസാരിക്കാവുന്ന. അരവിന്ദ്, ഈ ലോകത്ത് തെറ്റുകൾ പറ്റാത്തവരായ ആരുമില്ല. പക്ഷെ ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് ശരിക്കും തെറ്റാവുന്നത്. അച്ഛാ, നന്ദനയുടെ കാര്യമാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. അത് വിട്ടേക്ക്. മോനെ, താല്പര്യമില്ലെന്ന് പറയുമ്പോഴും നിന്റെ കണ്ണിലൊരു നനവ് കാണും. ഈ നനവ് ഒരു പക്ഷേ അച്ഛന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് വരും. ഇതേ നോക്ക്, ശല്യമെന്ന് തോന്നുന്ന ചിലത് ഇല്ലാതാകുമ്പോൾ മാത്രമാണ് അത് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പല ജീവിതങ്ങളും വഴിമുട്ടുന്നത് ഇഷ്ടപ്പെടുന്നവയെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അതിനുവേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാണ്. മോനെ, പരസ്പരം തോറ്റുകൊടുക്കും തോറും വിജയിക്കുന്ന ഒന്നാണ് കുടുംബജീവിതം. തോറ്റൊടുവി ഞാനാ ഇല്ലാണ്ടായതച്ഛ. നീ തോറ്റതല്ല, തോൽപ്പിക്കുകയായിരുന്നു സ്വയം. ഭാര്യയായി വന്നു കയറിയ ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളെ കെടുത്താൻ നിനക്ക് എന്ത് അവകാശമാ മോനെ ഉള്ളത്? ദാമ്പത്യത്തിന് ഉടമ്പടി വെച്ചതേ തെറ്റ്. ഓക്കേ, നിന്റെ കൂടപ്പിറപ്പ് അവൻ നിനക്ക് വലുതാണ്. അവന്റെ കല്യാണം മുടങ്ങുമ്പോൾ നിനക്ക് വേദനയുണ്ടാകും. അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ദാമ്പത്യത്തിൽ മാത്രം ആനന്ദിന് ഒരു സ്ഥാനമില്ലെന്ന് നീ മനസ്സിലാക്കണം. മുടി നരച്ചു തുടങ്ങുമ്പോഴാണ് സ്വന്തം ഭാര്യയെ ഒരാൾ പൂർണ്ണമായി പ്രണയിച്ചു തുടങ്ങുന്നത്. അച്ഛൻ പറഞ്ഞു വന്നത്
കുടുംബജീവിതത്തെ പക്വതയോടെ കാണണമെന്നാണ്. വിട്ടുവീഴ്ച അതാണ് ഏറ്റവും പ്രധാനം. അച്ഛ, അവൾ അച്ഛൻ പറയുന്ന പോലെ ഒരു പെണ്ണല്ല. തെറ്റ്. തോന്നലുകൾ എപ്പോഴും ശരിയാവണമെന്നില്ല. അവള് പാവമാണ്. നീ അവളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. എന്നിട്ടാണ് അവൾ അച്ഛനെ ആക്ഷേപിച്ചിട്ടും. അച്ഛനെ ആക്ഷേപിക്കുക. അച്ഛൻ അങ്ങനെ തോന്നിയിട്ടേയില്ല. അവളെന്തോ ദേഷ്യം കൊണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛ. എനിക്ക് എന്റെ തോന്നലുകൾ പലപ്പോഴും ശരിയായി തോന്നിയിട്ടുണ്ട് അച്ഛ, പ്രത്യേകിച്ച് നന്ദനയുടെ കാര്യത്തിൽ. മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് അച്ഛൻ്റെയും കൂടെ കടമയാണ്. പരസ്പരം ക്ഷമിക്കാൻ തയ്യാറായി തെറ്റിദ്ധാരണകളൊക്കെ തീർക്കണം. അല്ലെങ്കിൽ സ്നേഹം നഷ്ടമാകും. സ്നേഹമില്ലാത്തടത്ത് സംസാരമില്ല. സംസാരമില്ലാത്തടത്ത് അകൽച്ച സംഭവിക്കും. ആ അകൽച്ച ബന്ധങ്ങൾ ഇല്ലാതാക്കും. ഞാൻ പറയുന്നത് മോന് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ പോയി അവളെ വിളിക്ക്. എന്താ മറുപടിയൊന്നുമില്ലേ എൻ്റെ മോന്? എന്താ നിനക്കൊരു മൗനം? ഇപ്പൊ നിന്റെ ഉള്ളില് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും നീ കാണിക്കുന്ന മൗനം ഉണ്ടല്ലോ, അതാണ് ജീവിതത്തിലും വേണ്ടത്. അത് മാത്രം മതി ഒരു ജീവിതം ജയിക്കാൻ. അച്ഛ, ഞാനൊന്നും. നിനക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അധികം താമസിയാതെ അച്ഛൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരും. മക്കളുടെ വാശിക്ക് മുന്നിൽ തോറ്റുകൊടുത്തിട്ടേ ഉള്ളൂ ലോകത്തെ ഏതൊരച്ഛന്. അച്ഛ, എന്റെ അച്ഛൻ ഇങ്ങോട്ടും പോണ്ട. ഞാൻ ജീവിച്ചിരിക്കും എന്റെ അച്ഛൻ തോൽക്കുന്ന എനിക്കിഷ്ടമല്ല. അച്ഛ, ഞാനൊന്ന് ആലോചിക്കട്ടെ പ്ലീസ്. ആ നന്ദന ഉണ്ടായിരുന്നപ്പോ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു കൂട്ടായിരുന്നു ഇല്ലേ ആന്റി? അത് നീ പറഞ്ഞത് നേരാ. ഏതായാലും അവളുടെ ഇറങ്ങിപ്പോക്കോടുകൂടി അഖിലാണ്ടേശ്വരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ജയന്തി, നീ നോക്കിക്കോ. ഇപ്പൊ ഇളയവന്റെ കുടുംബം പോയി. ഇനി മൂത്തവന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ഗംഗ എന്ന അവതാരവും പിറവിയെടുത്തു. ഈ തൃച്ചംബരത്തിന് മേൽ അഖിലയുടെ ഇളയച്ചൻ പറഞ്ഞതുപോലെ കരിനിഴൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി ഗ്രഹണോ? എക്സ്ക്യൂസ് മീ, ഇതാരാ പുതിയൊരു അവതാരം? ആരാ? ആരെ കാണാനാ? മാഡം, ഞാൻ ശ്രീരഞ്ജിനി, ഡാൻസ് ടീച്ചറാ. ആ, ഗംഗയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാ. ഓ, ഗംഗയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറല്ലേ? ആ ആ, നമസ്കാരം മാഡം. നമസ്കാരം. ഗംഗയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറാ. ഓ, എന്താ പേര്? ശ്രീരഞ്ജിനി. എന്നിട്ട് ഗംഗ എവിടെ? ആ, ദേ വരുന്നു ചേച്ചി. നമസ്കാരം ടീച്ചർ. നമസ്കാരം ഗംഗ. ആന്റി, ഞാനൊരു ഡാൻസ് ടീച്ചറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഈ ടീച്ചറാ. മനസ്സിലായി. അല്ല, ഇനി ഡാൻസ് പഠിച്ചിട്ട് വേണോ മത്സരത്തിൽ പങ്കെടുക്കാൻ? ഏയ് അല്ലല്ല, ഡാൻസ് ഒക്കെ ഞാൻ ഒരുപാട് വർഷം പഠിച്ചതാ. ഇപ്പൊ കുറച്ചു നാളായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചറെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വിളിച്ചതാ. വലിയ മത്സരല്ലേ? നന്നായി. എത്ര വലിയ പ്ലെയർ ആണെങ്കിലും മത്സരത്തിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ അല്ലേ ഗംഗ? അതെ ആന്റി. ഗംഗ ചെയ്തതാ ശരി. ഡാൻസ് ഒക്കെ അറിയാമെങ്കിലും ശ്രദ്ധയോടെ വേണം പ്രാക്ടീസ് ചെയ്യാൻ. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഓക്കെ ആന്റി. അവൻ കല്യാണിയെ ഏതോ ഡാൻസ് അക്കാദമിയിൽ കൊണ്ടാക്കിയിരിക്കുക. ഇനി ടീച്ചറിനെ വെച്ച് മത്സരം വരെ എന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ടീച്ചർ ഇവിടെ താമസിച്ചോട്ടെ. ഓ, എന്നാ പിന്നെ വൈകണ്ട, തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. മുകളിലെ സ്ഥലമുണ്ടല്ലോ വിലാസിനി,
കാണിച്ചു കൊടുക്ക്. ആ ശരി ചേച്ചി. എനിക്കൊന്ന് പുറത്തേക്ക് പോണം. ഓക്കെ, ശരി ആന്റി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആന്റി. ദേ മുകളിലോട്ട് പോയിട്ട് വലതു ഭാഗത്താ. ശരി, വാ ടീച്ചറെ പോവാം. ആ